തിരുവനന്തപുരം ആറാലമൂടിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മധ്യവയസ്ക മരിച്ചെന്ന് പരാതി. കിഡ്നി സ്റ്റോണിന്റെ ശസ്ത്രക്രിയയ്ക്കായിട്ടാണ് ആറാലമൂട് സ്വദേശി കുമാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയയ്ക്കിടെ ബിപിയും ഹാർട്ട് ബീറ്റും കുറഞ്ഞ് കുമാരി മരിച്ചെന്നാണ് ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ശസ്ത്രക്രിയയുടെ പാടുകൾ ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. തിങ്കളാഴ്ച അന്ന് പോയപ്പോൾ 16-ാം തീയതി അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത്. അത് എടുക്കുകയാണ്. വ്യാഴാഴ്ച ഉച്ചയോടെ ഫോൺ വിളിച്ച് വൈകിട്ടത്തേക്ക് രാത്രിയോടെ ഒന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ അമ്മാമ്മയും കൊണ്ട് അഡ്മിറ്റ് ആവുകയും പിറ്റേ ദിവസം ഞാൻ രാവിലെ പോവുകയും ശനിയാഴ്ച അന്ന് ഓപ്പറേഷൻ നടത്താം ആദ്യം പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. പിന്നെ കുറെ കഴിഞ്ഞ് പറഞ്ഞു 11 മണിക്കായിരിക്കും. ശനിയാഴ്ച അന്ന് രാവിലെ വന്ന് പറഞ്ഞു 1 മണിക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. 1 മണിയായപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയും 2:30 ഡോക്ടർ വരികയും അതിനുശേഷം ആ ഓപ്പറേഷത്തിനെ പറ്റി പറയുകയും ഈ ഹോളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് സമ്മതിക്കുകയും ഹാർട്ട് ബീറ്റ് ഒന്നും ഇല്ലെന്നും പറയുകയും ഇതിൽ എന്തോ ദുരൂഹതയുണ്ട്, ഇതിൽ അന്വേഷണം എന്താണ് സത്യം എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. സ്വാന്തന സാജു വിവരങ്ങളുമായി. സ്വാന്തന, ഇപ്പോൾ ഈ മകൾ പറയുന്ന പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ കാരക്കോണം മെഡിക്കൽ കോളേജ് അധികൃതർ എന്താണ് പറയുന്നത്? ഇപ്പോൾ കീഹോൾ സർജറി ആണെങ്കിലും ചെറിയൊരു പാട് ബാക്കിയുണ്ടാവില്ല. അപ്പോൾ ഒരു ഓപ്പറേഷന്റെ ലക്ഷണവും അമ്മയ്ക്കുണ്ടായിരുന്നില്ല മൃതദേഹം തിരിച്ചെത്തിക്കുമ്പോൾ എന്നാണോ ഇവർ പറയുന്നത്? അതിനോട് എന്താണ് ആശുപത്രിയുടെ പ്രതികരണം? സ്വാന്തന. സ്മൃതി, തിരുവനന്തപുരം നെയ്യാറ്റിൻകര അതിയന്നൂർ സ്വദേശിനിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്ന 55 വയസ്സുകാരിയായ കുമാരി. മകൾ പറഞ്ഞതുപോലെ തന്നെ വ്യാഴാഴ്ചയാണ് കിഡ്നി സ്റ്റോൺ സർജറിക്ക് വേണ്ടി ഈ ആശുപത്രിയിൽ പ്രവേശിച്ചത്. പക്ഷേ ഈ ആശുപത്രിയിൽ പ്രവേശിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ഇവരുടെ സർജറി നടത്തി കുടുംബത്തോടൊക്കെ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ടമായി പറഞ്ഞതെന്ന് കുടുംബം പറയുന്നത് കീഹോൾ സർജറിയാണ് നടത്തുന്നത് എന്നുള്ള കാര്യമായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞിരുന്നത്. കാരക്കോണം മെഡിക്കൽ കോളേജിലാണ് ഇവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സർജറി കഴിഞ്ഞു എന്ന് അധികൃതർ അറിയിച്ചു. അപ്പോൾ കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ ഒരു ബന്ധു, ഇവരുടെ ഈ കുമാരിയുടെ സഹോദരി തന്നെയാണ് ആദ്യം ഇവരെ കയറി കാണുന്നത്. ആദ്യം കയറിയപ്പോൾ മാസ്കും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ അധികൃതർ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇവർക്ക് ഹാർട്ട് ബീറ്റും മറ്റ് ബിപിയും ഒക്കെ വളരെ ലോ ആണ്, അതുകൊണ്ട് കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ഉള്ളത് എന്ന് ബന്ധുക്കളെ ആദ്യം തന്നെ അറിയിച്ചിരുന്നു. പക്ഷെ പിന്നീട് കയറിയപ്പോൾ ഈ ഓക്സിജൻ മാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സഹോദരി ചോദിച്ചു ആള് പോയോ എന്ന് ചോദിച്ചു. മരണം സംഭവിച്ചോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് മരണം സംഭവിച്ചു എന്നുള്ള കാര്യം പറഞ്ഞത് എന്നാണ് ഈ കുടുംബം പറയുന്നത്. അതിനുശേഷം ഇവർ ബോഡി ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച വീട്ടിലേക്ക് കൊണ്ടുപോയി മറ്റ് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഇവരെ കുളിപ്പിക്കുന്ന സമയത്താണ് ഇവർക്ക് കീഹോൾ സർജറിയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പാടുകളും ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കുടുംബം ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് കുടുംബത്തിന് ഒരു സംശയം തോന്നുന്നത്. ഇപ്പോൾ കീഹോൾ സർജറി ആണെങ്കിൽ പോലും സ്മൃതി ചോദിച്ചതുപോലെ ചെറിയ ഒരു മുറിവെങ്കിലും ശരീരത്തിൽ ബാക്കി കാണേണ്ടതാണ്. പ്രത്യേകിച്ച് സർജറി കഴിഞ്ഞു എന്നുള്ള കാര്യം ഈ ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതാണ് അവർക്കൊരു സംശയം വന്നത്. പിന്നാലെയാണ് ഇവർ മൃതദേഹം നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും അതുപോലെ തന്നെ വെള്ളറട പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് ലിത്തോട്രിപ്സി എന്ന് പറയുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഇവർക്ക് നടത്തിയിരിക്കുന്നത്. അത് വേവ്സ് ഉപയോഗിച്ച്, അതായത് ഈ ലേസർ പോലെയുള്ള വേവ്സ് ഉപയോഗിച്ച് ഈ ശസ്ത്രക്രിയ നടത്തി ഈ കല്ലുകൾ പൊടിച്ചു കളയുന്ന ഒരു രീതിയാണ്. അത് മുറിവൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മുറിവ് ഇവരുടെ ശരീരത്തിൽ കാണാതിരുന്നത് എന്നുള്ള കാര്യമാണ്. മറ്റ് ആരോപണങ്ങളെല്ലാം തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാ പിഴവ് കൊണ്ടാണ് ഈ ഇവർ മരിച്ചിരിക്കുന്നത്, കുമാരി മരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അത്ര അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.